RSS നടത്തുന്ന വിദ്വേഷ പ്രചാരണങ്ങൾക്കും അതിക്രമങ്ങൾക്കുമെതിരെ CPIM നാട്ടിക ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പൊതുയോഗം സംഘടിപ്പിച്ചു. യോഗത്തിന്റെ ഉദ്ഘാടനം CPM നാട്ടിക ഏരിയ സെക്രട്ടറി MA ഹാരിസ് ബാബു നിർവഹിച്ചു. നാട്ടികയിൽ നടന്ന ചടങ്ങിൽ ലോക്കൽ കമ്മിറ്റി അംഗം TV ശ്രീജിത്ത് അധ്യക്ഷത വഹിച്ചു. പാർട്ടി നേതാക്കളായ രജനി ബാബു, CK ശിവരാജൻ, കർഷക തൊഴിലാളി യൂണിയൻ പഞ്ചായത്ത് സെക്രട്ടറിയും ലോക്കൽ കമ്മിറ്റി അംഗവുമായ PV രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രദേശത്തെ സമാധാന അന്തരീക്ഷം തകർക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. ഇന്ത്യയുടെ പ്രധാനമന്ത്രി എന്നുള്ള ആ സ്ഥാനത്തിനോട് നമുക്ക് ബഹുമാനമാണ്. പക്ഷെ എന്താ, നരേന്ദ്രമോദിയുടെ പടം 4 ലക്ഷം രൂപ ലഭ്യമാക്കുന്നതിന് പടം വരയ്ക്കണമെങ്കിൽ കേരളത്തിലെ 45 ലക്ഷത്തോളം വരുന്ന മനുഷ്യന്, ഭൂമിയില്ലാത്ത മനുഷ്യന് ഒരു തുണ്ടു ഭൂമി കൊടുത്തത് കേരള സംസ്ഥാനത്തില് മഹാനായ EMSന്റെ കാലഘട്ടത്തിലാണ്. എന്നാൽ ആ വീടുകളെല്ലാം ഇന്ന് കോൺഗ്രസ് സിന്ദാബാദ് വിളിക്കുന്ന, RSS സിന്ദാബാദ് വിളിക്കുന്ന കുടുംബങ്ങൾക്ക് പോലും 10 സെന്റ് ലഭ്യമായത് കേരളത്തിലെ CPM എന്ന് പറയുന്ന പ്രസ്ഥാനം തീരുമാനമെടുത്തതിന്റെ ഫലമായിട്ടാണ്. അങ്ങനെയാണ് മഹാനായ EMSന്റെ പടം വരയ്ക്കുന്ന വീടുകൾ. ഇവിടെയുള്ള ശ്രീരാമ ക്ഷേത്രത്തിലേക്കും ഗുരുവായൂർ ക്ഷേത്രത്തിലും ദൈവത്തിനെ വിളിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്നില്ല. അന്ന് കോൺഗ്രസും RSSും എടുത്ത നിലപാട് താഴെത്തട്ടിലുള്ള മനുഷ്യരെല്ലാം ദൈവത്തിനോട് സങ്കടം പറയണ്ട എന്നുള്ളതാണ്. പക്ഷേ അവിടെ മനുഷ്യന് വേണ്ടി, ദൈവവിശ്വാസികളല്ലെങ്കിലും ദൈവത്തിനോട് സങ്കടം പറയാൻ താഴെത്തട്ടിലുള്ള മനുഷ്യനും അവസരം നൽകണം എന്നുള്ള അതിന്റെ അടിസ്ഥാനത്തിൽ ശക്തമായ സമരം നടത്തിയതിന്റെ ഫലമായിട്ടാണ് ഈ കേരളത്തിലെ ദൈവവിശ്വാസികൾക്ക് ഗുരുവായൂരപ്പന്റെ അടുത്തും ശ്രീരാമ ക്ഷേത്രത്തിലടക്കം സങ്കടം പറയാൻ അവസ്ഥ ഉണ്ടാക്കിയത് CPM ആണ്.